ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പേര് ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അത് ലൈവായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ അതെനിക്ക് സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുരിദാർ നമ്മൾ കട്ട് ചെയ്യാൻ മാർക്ക് ചെയ്യുമ്പോൾ എത്രയാണ് ലൂസ് ഇടുന്നത്? സാധാരണ നമ്മൾ ലൂസ് ഇടുന്നത്, ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ചുരിദാർ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അതായിരിക്കും പലരും കണ്ടത്. ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പം അത് കാണാത്തവർക്ക് വേണ്ടി കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നമ്മൾ ഒരു ചുരിദാർ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുണി എടുക്കുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട്, ഇതുണ്ട്, ഇതിപ്പോൾ ഇങ്ങനെ ഒരു പീസ്, ഇതൊരു തുണിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ രണ്ടാക്കി മടക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് പാർട്ട് മാത്രമാണ്. ഇതുപോലെ തന്നെ അടിയിൽ ഒരു പീസ് കൂടി വരുമ്പോഴാണ് അത് നമ്മുടെ ബാക്ക് പാർട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ തുണി ഇട്ടിരിക്കുന്നത് കണ്ടോ, ഫോൾഡിങ്ങോട് കൂടിയ ഒരു പീസാണ്. ഇത് ഫ്രണ്ട് പാർട്ടായിട്ട് യൂസ് ചെയ്യും, ഇത് നമ്മൾ ബാക്ക് പാർട്ടായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചിട്ടിട്ടാണ് കോമൺ ആയിട്ട് സാധാരണ നോർമൽ മോഡലിന് കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേരിയേഷൻസ് ഒക്കെ ഡിസൈൻ മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ നോർമൽ ഒരു ചുരിദാർ, സാധാരണ യൂനെക്ക് ഒരു ചുരിദാർ ചെയ്യുന്നതിന് നമ്മൾ രണ്ടും കൂടി ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പീസ്, ഫ്രണ്ട് പീസ്, ഇതൊരു ബാക്ക് പീസ്, ഫ്രണ്ട് പീസിന് തന്നെ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ, ഫ്രണ്ട് പീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഒരു പീസിൽ നമ്മൾ ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് അതിന്റെ കണക്ക്. അതായത് നമ്മൾ ഷോൾഡറിന്റെ അവിടുന്ന് താഴേക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് അവിടെയാണ് ചെസ്റ്റിന്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ചെസ്റ്റിന്റെ അളവിന്റെ 4/1, അതായത് ചെസ്റ്റിന്റെ മെഷർമെന്റ് ഡിവൈഡഡ് ബൈ 4, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 1/2 ഇഞ്ച് ലൂസാണ് നമ്മൾ ഇടുന്നത്. 1/2 ഇഞ്ച് ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇടുമ്പോഴത്തേക്കും ഇത് വിടർത്തി വരുമ്പോൾ 1 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ തന്നെ 1 ഇഞ്ച് നമുക്ക് ലൂസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പീസിലും 1 ഇഞ്ച് ലൂസ് ഇടുന്നുണ്ട്. നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇവിടെ ലൂസ് ഇടുമ്പോൾ തന്നെ. ഓക്കെ, അപ്പം ടോട്ടൽ ഫ്രണ്ടിലും ബാക്കിലും വെച്ച് നോക്കുമ്പോൾ 2 ഇഞ്ച് ലൂസാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? അതുപോലെ തന്നെ വേസ്റ്റിന്റെ പാർട്ട്, ഒന്ന് രണ്ട് പേര് കമന്റ് ഇട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. നമ്മൾ ഷോൾഡറിന്റെ അവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ വേസ്റ്റ് ആയിട്ട് എടുക്കുന്നത് സാധാരണ. പിന്നെ ആരൊക്കെയോ പറഞ്ഞോന്നും പറഞ്ഞാണ് ഇതിന്റെ രണ്ടിന്റെയും ഹാഫായിട്ട് വേസ്റ്റ് എടുത്താൽ മതിയെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല. ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ്, ഷോൾഡറിന്റെ അവിടുന്ന് വേസ്റ്റ് വരെയുള്ള ലെങ്ത് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു വേസ്റ്റിന്റെ അളവ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഹാഫ് ഇഞ്ച്. ഇപ്പം 38 ഇഞ്ച് ചെസ്റ്റ് ആണെങ്കിൽ അതിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 വരുന്നത്. പ്ലസ് 1/2 ഇഞ്ച് കൂട്ടുമ്പോൾ 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റ് ഇവിടെ തന്നെ എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1.5 2 ഇഞ്ചോ എക്സ്ട്രാ ഇടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ വേസ്റ്റിനായാലും സീറ്റിനായാലും. ഓക്കെ, ഇപ്പോൾ സീറ്റാണെങ്കിലും നമ്മൾ ഷോൾഡറിൽ നിന്ന് സീറ്റ് വരെയുള്ള ലെങ്ത് എടുത്തിട്ട് ആ ഒരു ഏരിയയിലാണ് നമ്മൾ സീറ്റിന്റെ അളവ് മാർക്ക് ചെയ്യുന്നത്. സീറ്റിന്റെ അളവ് എടുക്കുന്നത് സീറ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് ഹാഫ് ഇഞ്ച്. ഇനി താഴത്തെ ഫ്ലെയർ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് കട്ട് ചുരിദാറാണ് ചെയ്യുന്നതെങ്കിൽ, കുർത്ത മോഡൽ സ്ട്രെയിറ്റ് കട്ടാണ് ചെയ്യുന്നതെങ്കിൽ സീറ്റിന്റെ അളവിൽ ഇവിടെ എടുക്കുന്ന അതേ അളവ് തന്നെ ഫ്ലെയർ എടുക്കാം. അതല്ല, ഇപ്പൊ നോർമൽ ഒരു ചുരിദാറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അധികം പ്രായമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഫ്ലെയറിന്റെ ഇവിടെ സീറ്റിന്റെ അളവ് എത്രയാണോ അത് പ്ലസ് 1 ഇഞ്ചാണ് കൂട്ടിക്കൊടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഫ്ലെയർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് സീറ്റിന്റെ അളവിനേക്കാൾ ഇപ്പോൾ 2 or 3 ഇഞ്ച്, അത് ഫ്ലെയർ കസ്റ്റമറിന്, നിങ്ങൾ ആർക്കാണോ തയ്ക്കുന്നത് അവരുടെ ഇഷ്ടത്തിന്
അനുസരിച്ച് ഫ്ലെയർ കൂട്ടി കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംശയം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സംശയങ്ങളുണ്ട് ചോദിച്ചോളുക. ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചുരിദാർ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്. ഇത് സംശയം ചോദിച്ചതിൻ്റെ ഒരു ഉത്തരമാണ്. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്